പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വലിയ തോതിൽ പകർച്ചവ്യാധികൾ അത് പലരെയും ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആശുപത്രികളിലൊക്കെ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം സ്വകാര്യ ആശുപത്രികളിലും വർധനമുണ്ട്. ഇപ്പോൾ സംസ്ഥാനം ഭയക്കുന്നത് യഥാർത്ഥത്തിൽ നിപ്പയെയാണ് എങ്കിൽ പോലും വലിയ വ്യാപനശേഷിയുള്ള ബാക്ടീരിയ ആണ് ഷിഗല്ല എന്നതാണ് ഇപ്പോൾ ഷിഗല്ല വാർത്തകളിൽ നിറയാൻ കാരണമായിട്ടുള്ളത്. അതേസമയം നമ്മൾ ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ഷിഗല്ല എന്നത് അത്രമേൽ മാരകമായ അല്ലെങ്കിൽ ഏറെ ഭയപ്പെടേണ്ട ഒന്നല്ല എന്നതുകൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. പ്രത്യേകിച്ച് ഷിഗല്ല ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയെ അവർ പറയുന്നത് ഷിഗല്ലോസിസ് എന്നുള്ളതാണ്. ഈ ഷിഗല്ലോസിസ് എന്നത് സംസ്ഥാനത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രോഗാവസ്ഥയല്ല. ഇതിനു മുമ്പും രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ രോഗത്തിന് കൃത്യമായി ചികിത്സയുണ്ട് എന്നതുകൂടിയാണ് ഈ എടുത്തു പറയേണ്ടത്. പക്ഷേ ഈ രോഗവ്യാപനത്തിൻ്റെ ഒരു തോത് അത് വലിയ തോതിൽ മറ്റ് പല ബാക്ടീരിയകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചാൽ അയാളിൽ നിന്ന് ആ രോഗം മറ്റുള്ളവരിലേക്ക് പടരാനും ഒരേ രോഗസ്രോതസ്സിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് രോഗം പിടിപെടാനുമുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഷിഗല്ല ബാക്ടീരിയയുടെ പ്രത്യേകതകൾ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഈ രോഗാണുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയെ, അതായത് മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയാണ് ഈ ബാക്ടീരിയ നേരിട്ട് ബാധിക്കുന്നത്. കുടലിനെ ബാധിക്കുന്ന ബാക്ടീരിയയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദഹന പ്രക്രിയയുമായി നമ്മുടെ ആഹാര രീതികളുമായി ബന്ധപ്പെട്ട് ആണ് ഈ ബാക്ടീരിയ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നേരിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് സാധാരണ നമുക്കറിയാം, ഈ വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ അതൊക്കെ പല ഘട്ടങ്ങളിലുമുണ്ട്. വയറ് ഏറ്റവും സെൻസിറ്റീവാണ് എന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഫുഡ് പോയിസൺ, നമുക്കുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ, അങ്ങനെയൊക്കെ പല കാരണങ്ങളാൽ വയറിളക്കം ഉണ്ടാകുമെങ്കിലും ഈ ഷിഗല്ല രോഗാണു മൂലമുള്ള വയറിളക്കം എന്നത് അത്രമേൽ തീവ്രമാണ് എന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് വയറിളക്കമാണ്. അതിൽ തന്നെ സൂചിപ്പിക്കേണ്ടത്, ഇപ്പോൾ ഫുഡ് പോയിസൺ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസെൻട്രി എന്ന നിലയിലേക്ക് വരുമ്പോഴൊക്കെയുള്ള വയറിളക്കത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഷിഗല്ല ബാധിച്ചാലുണ്ടാകുന്നത്. അത് ശക്തമായ വയറിളക്കം ആണ്. തുടർച്ചയായി നമുക്ക് ബാത്റൂമിൽ പോകുവാൻ തോന്നുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് നമ്മുടെ വിസർജ്യത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക എന്നതാണ്. അപ്പോൾ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ മഴക്കാലത്ത് നമുക്ക് വയറിളക്കം ഉണ്ടായാൽ അത് ഭക്ഷണത്തിൻ്റെ ആകാം, ഗ്യാസിൻ്റെ ആകാം. അങ്ങനെയൊന്നും കരുതി നമ്മൾ ചികിത്സ തേടുന്നത് വൈകരുത് എന്നതാണ്. കാരണം ഈ ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്താൽ അതിന് കൃത്യമായി മലപരിശോധനയിലൂടെയാണ് പ്രധാനമായും ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ 2-3 ദിവസം എടുക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കി മരുന്ന് നൽകാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കും ഡോക്ടർമാർക്കും സാധിക്കും എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അസുഖം ബാധിച്ചാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയെ സമീപിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന് അതിശക്തമായ വയറുവേദന ആണ്. അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന മലബന്ധം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. പനിയും ഛർദിയും, അതായത് സാധാരണ ഈ പനിയുടെയും ഛർദിയുടെയും പ്രത്യേകത, സാധാരണ പനിക്കോ ഛർദിക്കോ ഒക്കെയുള്ള മരുന്ന് നമ്മൾ ഉപയോഗിച്ചാൽ പോലും അത് മാറില്ല എന്നതാണ്. അതായത് പനി ഇങ്ങനെ നിലനിൽക്കുന്നു, ഛർദിക്കും വലിയ കുറവുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് ശരീരഭാരം കുറയുക എന്നതാണ്. ഏതാണ്ട് 7 ദിവസത്തോളം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അതിതീവ്രമായിരിക്കും എന്നാണ് നമുക്ക് ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിർജ്ജലീകരണവും ഉണ്ടാകുന്നു. അതായത് ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ശരാശരി ആരോഗ്യവാനായ വ്യക്തിക്ക് പോലും ആരോഗ്യം നഷ്ടപ്പെടുകയും അദ്ദേഹം തളർന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണമായി പറയുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത്, ഈ പ്രായപൂർത്തിയായ ആളുകളിൽ അല്ലെങ്കിൽ 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളിൽ ഉൾപ്പെടെ ഈ രോഗം അത്ര ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കാറില്ല എന്നുള്ളതാണ്. രോഗം ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് മരുന്ന് നൽകുകയും ചെയ്താൽ തീർച്ചയായും അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലേക്ക് കടക്കാറില്ല. പക്ഷേ പ്രായം കുറഞ്ഞ കുട്ടികൾ, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഈ രോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളിലാണ് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നത് തന്നെയാണ്. സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത് എന്നുള്ളതാണ്. ഇനി ഈ അസുഖം പടരുന്നത്, വ്യാപിക്കുന്നത്, അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും അധികം രോഗവ്യാപന സാധ്യതയുള്ളത് വെള്ളത്തിലൂടെയാണ് എന്നുള്ളതാണ്. ബാക്ടീരിയ അടങ്ങിയ വെള്ളം
ആണ് ഈ അസുഖത്തെ അധികമായി വ്യാപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ബാക്ടീരിയ അടങ്ങിയ വെള്ളം ഒന്നിലധികം ആളുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ രോഗിയുമായുള്ള സമ്പർക്കത്തിലൂടെ ഈ രോഗം പടരുവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ രോഗം സ്ഥിരീകരിച്ചാൽ കഴിയുന്നത്ര ആ വ്യക്തി ഒരു ക്വാറന്റൈൻ സംവിധാനത്തിലേക്ക് പോവുക എന്നതാണ്. മറ്റൊന്ന്, ഈച്ചയിലൂടെയാണ് ഈ അസുഖം പടരുന്നത് എന്നതാണ്. അതായത് ബാക്ടീരിയ ഉള്ള വെള്ളത്തിലോ ഭക്ഷണ പദാർത്ഥങ്ങളിലോ ഈ ഈച്ച ഇരിക്കുകയും പിന്നീട് അതേ ഈച്ച തന്നെ മറ്റൊരു ഭക്ഷണ പദാർത്ഥത്തിലോ മറ്റ് ഇടങ്ങളിലോ ഒക്കെ വന്നിരിക്കുകയും അവിടെ നമ്മൾ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ പടരുന്നു എന്നതാണ്. ഈ പ്രതിരോധം എന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാരണം വ്യക്തി ശുചിത്വം എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിയുന്നത്ര ശുചിയായിരിക്കാൻ ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ട സമയമാണ്. മറ്റൊന്ന്, വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക എന്നതാണ്. അതായത് കൃത്യമായി പാത്രങ്ങളും മറ്റുമൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷവും വൃത്തിയോടെ തയ്യാറാക്കുന്ന ഭക്ഷണവും കഴിയുന്നത്ര കഴിക്കുക. ഇപ്പോൾ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ്. അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കണം കുടിക്കേണ്ടത്. അതിന് പകരം വെള്ളം തിളപ്പിക്കുകയും അതിലേക്ക് പച്ചവെള്ളം മിക്സ് ചെയ്യുകയും ചെയ്യരുത് എന്നുള്ളതാണ്. 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് വെള്ളം തിളയ്ക്കുന്നതിന് ആവശ്യമായ ചൂട് എന്നത്. പക്ഷേ പച്ചവെള്ളം ലയിപ്പിക്കുമ്പോൾ അതിൻ്റെ താപനില ഏതാണ്ട് 30-40 ഡിഗ്രിയിലേക്ക് താഴുകയും അതിൽ ബാക്ടീരിയയ്ക്ക് അനായാസം പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഈ വെള്ളത്തിലൂടെയാണ് പ്രധാനമായും ഈ ബാക്ടീരിയ പകരുന്നത് എന്നതുകൊണ്ട് തന്നെ വെള്ളം ചൂടാക്കാതെ ഉപയോഗിച്ചാൽ, അതായത് ഇപ്പോൾ നേരത്തെ തന്നെ മലപ്പുറത്തുള്ള സ്വദേശിനി മരണപ്പെട്ട അവർ ഒരു അതായത് ഒരു പാലുകാച്ചൽ ചടങ്ങ്, ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. സ്വാഭാവികമായും നമുക്കറിയാം ഇത്തരം ചടങ്ങുകളിൽ ഈ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടാകും. അവിടെ തിളപ്പിച്ചാറ്റിയ വെള്ളമല്ല ഉപയോഗിക്കുക. അതായത് വെൽക്കം ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സ്മൂത്തികൾ, കൂൾ ഡ്രിങ്ക്സുകൾ, ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ജലത്തിൽ ബാക്ടീരിയയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട് എന്നതാണ് പറയുന്നത്. മാത്രമല്ല ഈ ബാക്ടീരിയ ബാധിച്ച ഒരാൾ ശൗചാലയങ്ങൾ ഉപയോഗിച്ചാൽ അതിനുശേഷം ആ ശൗചാലയങ്ങളിലും അതിൻ്റെ അംശം ഉണ്ടാകുവാനുള്ള ബാക്ടീരിയ ഉണ്ടാകും. മാത്രമല്ല ഈ രോഗം ബാധിച്ചയാൾ ശൗചാലയത്തിൽ പോയതിനു ശേഷം സോപ്പിട്ട് വൃത്തിയായി കൈകൾ കഴുകുന്നില്ല എങ്കിൽ ഇയാൾ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുകയോ അയാൾ എവിടെയെങ്കിലുമൊക്കെ സ്പർശിക്കുകയോ അതേ സ്ഥലത്ത് മറ്റുള്ളവർ സ്പർശിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ബാക്ടീരിയ പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തി ശുചിത്വം പ്രധാനമാണ്. കൈകൾ വൃത്തിയായി കഴുകണം എന്നുകൂടി പറയുന്നത്. വെള്ളക്കെട്ടുകൾ, നമ്മുടെ വീടിനോ പരിസരത്തോ വെള്ളക്കെട്ടുകൾ ഉണ്ട് എങ്കിൽ അവിടെ കഴിയുന്നത്ര ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. കാരണം ആ വെള്ളത്തിൽ നിന്ന് നമുക്കറിയാം ബാക്ടീരിയ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഭക്ഷണത്തിലൂടെയാകാം ഉള്ളിൽ പ്രവേശിക്കുന്നത്. അന്തരീക്ഷത്തിലൂടെ ശ്വസിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ പ്രവേശിക്കാം. നമ്മുടെ ദേഹത്ത് മുറിവുകളുണ്ട് എങ്കിൽ അതിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം. ഇത്തരം സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് കൃത്യമായി നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കണം. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, നമുക്ക് രോഗം വരാതിരിക്കുക എന്നതുപോലെ തന്നെ നമ്മൾ രോഗിയാണ് എങ്കിൽ അത് മറ്റൊരാൾക്ക് പടരാതിരിക്കാൻ കൂടി ശ്രമിക്കേണ്ടതുണ്ട്. അതിനുകൂടിയാണ് കഴിയുന്നത്ര വ്യക്തി ശുചിത്വം പാലിക്കണമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ആവശ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.